നമസ്കാരം. തലസ്ഥാന നഗരിയിൽ വരുന്ന ഒരു വീട്, ഏകദേശം 5.5 കോടി മുതൽ വരുന്ന ഒരു വീട് രണ്ട് സ്ത്രീകൾ ചേർന്ന് തട്ടിയെടുത്തു എന്നുള്ള തരത്തിൽ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അമേരിക്കയിൽ 40 വർഷത്തോളമായി താമസിച്ചു വരുന്ന ഒരു ഇന്ത്യക്കാരിയുടേത്, മലയാളിയുടേതായിരുന്നു ഈ ഒരു വീട്. ഈ ഒരു വീടും സ്ഥലവും ആ ഒരു ഉടമസ്ഥയുടെ വളർത്തുമകൾ എന്നുള്ള വ്യാജേനയാണ് മെറിൻ എന്ന് പറയുന്ന സ്ത്രീയും ആ ഉടമയുടെ രൂപസാദൃശ്യമുണ്ടെന്ന് കാണിച്ച വസന്തയും തമ്മിൽ ചേർന്നുകൊണ്ട് തട്ടിയെടുത്തിരുന്നത്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഇതിലെ മുഖ്യ കണ്ണി പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകനും അതുപോലെ തന്നെ ആധാരമെഴുത്തുകാരനുമായിട്ടുള്ള ഒരാളാണ് ഇതിലെ പ്രധാന പ്രതി എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പോലീസ് ഇയാളെ പിടിച്ചിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. അനന്തപുരി മണികണ്ഠൻ എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകനെയാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂരുവിൽ വെച്ചാണ് അയാളെ പോലീസ് പിടിച്ചിരിക്കുന്നത് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ഈ പറയുന്ന സംഭവത്തിൽ അറസ്റ്റിലായിട്ടുള്ള യുവതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത് എന്നാണ് വിവരം. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു വീടിന് മുൻവശത്താണ്. അതായത് തലസ്ഥാനത്ത് ഏറ്റവും വിലമതിപ്പുള്ള, അധികമാരും ശ്രദ്ധിക്കാതെ പോയിരുന്ന ഒരു വീട്. ആ വീട് ഇവർ എല്ലാവരും ചേർന്നുകൊണ്ട് തട്ടിയെടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഏകദേശം 5.5 കോടി മുതൽ വരുന്ന വീടാണ് ഇത്. സംഭവത്തിൽ ആധാരം എഴുത്തുകാരനായിട്ടുള്ള മണികണ്ഠനെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. അനന്തപുരി മണികണ്ഠനെ കേസിൽ പോലീസ് ആദ്യം തന്നെ പ്രതി ചേർത്തിരുന്നു എന്നാണ് വിവരം. ഇതിന് പിന്നാലെയാണ് മ്യൂസിയം പോലീസ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ ബാംഗ്ലൂരുവിൽ വെച്ചാണ് ഇയാളെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രവാസിയായ സ്ത്രീയുടെ പേരിൽ ഉണ്ടായിരുന്ന ഭൂമി തട്ടിയെടുക്കാൻ വ്യാജ ഇഷ്ടദാന കരാർ ഉണ്ടാക്കി എന്നതാണ് ഇയാൾക്കെതിരെ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന പ്രധാന തെളിവ്. ജവഹർ നഗറിലെ 10 മുറികളുള്ള കെട്ടിടവും 14 സെന്റ് സ്ഥലവും, അതായത് നമ്മളിപ്പോൾ ഈ കാണുന്ന വീടും ഈ സ്ഥലവുമാണ് ഇവർ തട്ടിയെടുത്തിരിക്കുന്നത്. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഡോറ അസറിയ ക്രിസ്ത്യന് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള സ്വത്താണ് ഇതാണ് വ്യാജരേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് മാഫിയ സംഘം തട്ടിയെടുക്കാൻ ശ്രമിച്ചിരുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് കോൺഗ്രസ് നേതാവായിട്ടുള്ള മണികണ്ഠനാണ് എന്നാണ് പോലീസ് പറയുന്നത്. അയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ 2 യുവതികൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നത് എന്ന് പറയുന്നത്. വസന്ത എന്ന് പറയുന്ന സ്ത്രീയെ ഡോറയുടെ രൂപസാദൃശ്യമുണ്ട് എന്ന് വരുത്തി തീർത്ത് ആധാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വ്യാജമായി ഉണ്ടാക്കിയതിനു ശേഷമാണ് അവർ ഇത്തരമൊരു തട്ടിപ്പ് നടത്തിയത്. അതിനുശേഷം, അതായത് വസന്ത എന്ന് പറയുന്നത് ഉടമയാണ് എന്നും വസന്തയുടെ വളർത്തുമകളാണ് അറസ്റ്റിലായിട്ടുള്ള മെറിൻ എന്നും കാണിച്ചുകൊണ്ടാണ് അവർ ഇങ്ങനൊരു വലിയ തട്ടിപ്പ് നടത്തിയത്. അതിനുശേഷമാണ് അവർ ഈ വീടും സ്ഥലവും മറ്റൊരാൾക്ക് കൈമാറുകയായിരുന്നു. പക്ഷേ ഇതൊന്നും ആരും തന്നെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിലും, അതായത് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി ഈ വീട് മറ്റൊരു ഉടമസ്ഥന്റെ കയ്യിൽ എത്തിയിട്ട് അതിനുശേഷവും ഈ വീടിന്റെ യഥാർത്ഥ ഉടമ ഈ ഒരു വീട് വിൽക്കാൻ വേണ്ടിയുള്ള നടപടികളൊക്കെ കൈക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ വീട് 40ഓളം വർഷമായിട്ട് വീടിന്റെ ഉടമ ഒരു ബന്ധുവിനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു, കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാൻ വേണ്ടി. അപ്പോൾ ഇതിനിടയിൽ ഈ വീടിന്റെ നികുതി അടയ്ക്കാൻ വേണ്ടി ഈ കൈവശം ഉണ്ടായിരുന്ന, അതായത് ഈ വീട് നോക്കാൻ വേണ്ടി ചുമതലയുണ്ടായിരുന്ന ഈ വീടിന്റെ ഉടമസ്ഥതയുടെ ബന്ധു നികുതി അടയ്ക്കാൻ വേണ്ടി വരികയും ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തത്. അതായത് ഈ വീടിന്റെ നികുതി അടയ്ക്കാൻ ചെന്നപ്പോൾ അവിടെ നിന്നാണ് അറിയുന്നത് ഈ വീടിന്റെ ഉടമസ്ഥ വേറൊരാളാണ് എന്നുള്ളത്. അങ്ങനെയാണ് വലിയൊരു തട്ടിപ്പ് ഇതിന് പിറകിലുണ്ട് എന്നതും ഇത് വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് തട്ടിയെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും പുറത്തു വന്നിരുന്നത്. എന്തായാലും സംഭവത്തിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിന്റെ ഭാഗമായ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. കേസിൽ പിടിയിലായിട്ടുള്ള കൊല്ലം സ്വദേശി മെറിനെയും വസന്തയെയും തുടക്കത്തിൽ തന്നെ ശക്തമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരുന്നു. അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മണികണ്ഠനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഡോറയുടെ വളർത്തുമകളാണെന്ന വ്യാജേനയാണ് മെറിന്റെ പേരിൽ ഭൂമി ആദ്യം രജിസ്റ്റർ ചെയ്തിരുന്നത്. മുക്കോല സ്വദേശിയായിട്ടുള്ള വസന്തയെ ഡോറയായി ആൾമാറാട്ടം നടത്തി കവടിയാറിലെ ഈ ഒരു വീട് അവർ സ്വന്തമാക്കുകയായിരുന്നു.
ഇഷ്ടദാനം എഴുതി വാങ്ങി എന്നുള്ള രീതിയിലാണ് പിന്നീട് അവർ അങ്ങോട്ട് മറച്ചു വെക്കാനൊക്കെ ശ്രമിച്ചിരുന്നത്. എന്തായാലും ഇതിന്റെ രജിസ്ട്രേഷൻ അടക്കം പ്രധാനമായിട്ടും ആധാരം എഴുത്തുകാരനാണ് ഇതിന് പിറകിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്നതുകൊണ്ട് തന്നെ കൂടുതൽ എളുപ്പമായെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. കൂടുതൽ അന്വേഷണങ്ങൾ, അതായത് നിലവിലിപ്പോൾ ഈ ഒരു കേസിൽ പ്രധാനമായിട്ടും അറസ്റ്റിലായിരിക്കുന്നത് 2 യുവതികളും ഒരു കോൺഗ്രസ് പ്രവർത്തകനുമാണ്. അപ്പോൾ ഇതിന് പിറകിൽ ഇനിയും ആരെങ്കിലും ഉണ്ടോ എന്നതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ തുടർന്നു വരികയാണ്. എന്തായാലും ഈ സംഭവത്തിൽ മുഖ്യപ്രതിയായിട്ട് മണികണ്ഠനെ തന്നെയാണ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. കാരണം അയാളുടെ ബുദ്ധിപൂർവമാണ് ഇത്തരത്തിലൊരു പദ്ധതി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇതിന്റെ ഉടമസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവരും പറയുന്നത്, അവർ പോലും ഈ സംഭവം മറ്റൊരാൾ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നറിയുന്നത് വാർത്തകളിലൂടെയാണ് എന്നുള്ളതാണ്. അതായത് അവർ ഒരുപാട് വർഷമായിട്ട് ഈ ഒരു വീട് വിൽക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന്റെ ചർച്ചകളൊക്കെ നടത്തുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഈ വീട് മറ്റൊരാൾ തട്ടിയെടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് തിരുവനന്തപുരത്ത് ഉള്ള ഒരു വീട് മാത്രമാണ്. ഇത്തരത്തിൽ പല ഉദാഹരണങ്ങളും ഈ പ്രദേശത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് പ്രവാസികളായിട്ടുള്ള പലരുടെയും വീടുകൾ ഇത്തരത്തിൽ ഉപയോഗശൂന്യമായിട്ടോ അല്ലെങ്കിൽ ഇനി തിരികെ ആരും വരില്ല, അവരൊക്കെ പുറത്ത് സെറ്റിലായി എന്നുള്ള നിലയിലേക്കൊക്കെ പല വീടുകളുണ്ട്. അപ്പോൾ ഭൂമാഫിയ തട്ടിപ്പ് സംഘങ്ങൾ ഇത്തരത്തിൽ പല വീടുകളും ലക്ഷ്യമിട്ട് തലസ്ഥാനത്തും മറ്റ് കേരളത്തിന്റെ പലയിടങ്ങളിലും ഇത്തരം വീടുകൾ തട്ടിയെടുക്കുന്നതായിട്ട് പല റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. എന്തായാലും നമ്മുടെ നാട്ടിലെ നീതി ന്യായ വ്യവസ്ഥകളിലുള്ള ഒരു വിശ്വാസം അത് കുറച്ചുകൂടെ ഉറപ്പിക്കുന്ന ഒരു സംഭവം നടപടിയായിട്ടാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള ഉറപ്പിൽ തന്നെയായിരിക്കണം ഇത്തരം ഒരു തട്ടിപ്പിന് ആ 2 സ്ത്രീകളും മുന്നിട്ട് നിന്നത്. പക്ഷേ അവരുടെ നിർഭാഗ്യവശാൽ സംഭവം പുറത്തു വരികയും കൃത്യമായിട്ടുള്ള അന്വേഷണവും അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിയും ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. യുവതികൾ ആദ്യം പറഞ്ഞിരുന്നത് അവർ 2 പേർ മാത്രമായിരുന്നു ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഈ ഒരു തിരക്കഥയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഒരു പിടിപാടുമില്ലാത്ത 2 സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ വീട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏറ്റവും ആളുകൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തുള്ള ഒരു വീടും സ്ഥലവും കൈക്കലാക്കാൻ പറ്റുന്നത്? വെറും 1 കോടിയോളം രൂപയ്ക്കാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 5.5 കോടിയോളം രൂപ വില വരുന്ന ഈ വീടും സ്ഥലവും എങ്ങനെയാണ് ഈ യുവതികൾ തട്ടിയെടുത്തത് എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ കൂടുതൽ ചുരുൾ അഴിയുകയാണ്. കോൺഗ്രസ് പ്രവർത്തകൻ ഉൾപ്പെടെ ഇതിന്റെ പിറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് കണ്ടെത്തുന്നു. അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് പോലീസിന്റെയും പ്രത്യാശ.